ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് ഒരു ദീപം അവർ കത്തിച്ച് മഹാരാഷ്ട്ര വരെ 1100 ശിഷ്ടം കിലോമീറ്റർ അവർ അണയാതെ അവിടെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ യൂണിഫോമൊക്കെ ധരിച്ച് കൊടുങ്ങല്ലൂരമ്മ എന്ന് പറയുന്നത് യൂണിഫോം ധരിച്ച് കുറച്ച് ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ദീപം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നാണ്, ഓരോരുത്തർ പാസ് ചെയ്താണ് ഈ ദീപം അവിടം വരെ എത്തിക്കുന്നത്. അപ്പോൾ ഇത് ബൈക്കിലോ വണ്ടിയിലോ ഒന്നുമല്ല, ഇവർ പാസ് ചെയ്ത് ഇത്ര കിലോമീറ്റർ വെച്ച് ഓരോരുത്തരും നടന്ന് ദീപം അണയാതെ കൊണ്ടു കൊടുക്കും. അപ്പം ദീപം നമുക്ക് അവിടെ ഉണ്ട്, ഇത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കത്തിച്ച് അത് അവിടം വരെ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പം ദീപം ഇത് അണയാതെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇത്ര കിലോമീറ്റർ അവരെ അവിടെ കൊണ്ടുപോകും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ദീപം നമുക്ക് കാണാം, ദീപം ഇവിടെ ഉണ്ട്. ഈ ദീപമാണ് അവർ കൊണ്ടുപോകുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ വരാറുണ്ട്. അതുപോലെ ഇത്ര കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞങ്ങൾ ഓരോ വർഷത്തിലും ഓരോ സ്റ്റേറ്റിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് ഇപ്രാവശ്യം ഞങ്ങൾ കേരളത്തിൽ കൊടുങ്ങല്ലൂരമ്മയുടെ അടുത്താണ് വന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഞങ്ങൾ ഇതുപോലെ പോവും, എല്ലാ വർഷം പോകുന്നുണ്ട്. ഈ വർഷം കേരളത്തിലാണ് വന്നത്. കേരളത്തിൽ വന്നിട്ട് നമ്മൾ ദീപം കത്തിച്ച് ഇങ്ങനെ നടക്കും, അവിടെ കൊണ്ടെത്തിക്കും. അതാണ് ഞങ്ങളുടെ ദൗത്യം. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത വർഷവും ഞങ്ങളെല്ലാവരും കൂടെ പോവും, എന്നിട്ട് ഇതുപോലെ ദീപം കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറേ ചെറുപ്പക്കാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർ പറയുന്നത്. ഹിന്ദിയിലാണ് അവർ സംസാരിക്കുന്നത്, മലയാളം തർജ്ജമ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് കാര്യം.